വളരെ വികലമെന്നോ അല്ലെങ്കിൽ ന്യൂനീകരിച്ച കാര്യങ്ങളാണെന്നാണ് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കുമാരഗുരുദേവനെ സംബന്ധിച്ച് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ത്രീ പുരുഷ തുല്യതയെ സംബന്ധിച്ചും സമത്വത്തെ സംബന്ധിച്ചും അവരുടെ സ്ഥാനത്തെ സംബന്ധിച്ചും അവർക്ക് സൊസൈറ്റിയിൽ നൽകേണ്ട ആദരവിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വാമൊഴിയായി പറയുകയും പ്രസംഗിക്കുകയും തന്റെ ശിഷ്യന്മാരിലൂടെ അത് പകർന്നു നൽകുകയും ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കുമാരഗുരുദേവന്റെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെ ജീവിതത്തെ സമഗ്രമായി വീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കുമാരഗുരുദേവനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാന സംഗതി. ചരിത്രം എങ്ങനെയുള്ള ഒരാളെ നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ ഇത് ഗുരുദേവനെ സംബന്ധിച്ച് മാത്രമല്ല, മറ്റു പലരെ സംബന്ധിച്ചും അങ്ങനെയുണ്ട്. അത് പുതിയൊരു കാലത്ത് ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള പുതിയ തലമുറയുടെയോ അല്ലെങ്കിൽ അന്ന് തന്നെ ഉണ്ടായിരുന്ന ആളുകളുടെയോ വാമൊഴികളിൽ നിന്നും പകർന്നു വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഇങ്ങനെ ഇപ്പോഴെങ്കിലും ഇങ്ങനെ ചരിത്രത്തെ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചരിത്രമായി മാറി.